ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കള്ളപ്പം റെസിപ്പിയാണ്. അതിനുവേണ്ടി 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച അരി മിക്സിയിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് രാവിലെ കുതിർത്ത് വെച്ചാണ്, വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. അതിലോട്ട് തേങ്ങാ വെള്ളം, ഇതിന് ഉപയോഗിക്കാനെടുത്ത് തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഇട്ട് നല്ലതായിട്ട്, ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടി വരും. മിക്സിയിൽ അടിക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ മാവിനെ നമ്മളെടുത്ത് മാറ്റി ഒരു സ്ഥലത്തോട്ട്, ഒരു വലിയ പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കണം. ആ കുറച്ച് മാവ് നമ്മുടെ മിക്സിയിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി, ജീരകം, തേങ്ങ, ഇച്ചിരി ചോറ്, ഇതെല്ലാം കൂടെ, ഇച്ചിരി ചോറ്, തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, കൂടത്തിൽ ഒരു ടീസ്പൂണൊന്നും വേണ്ട, അതിൽ കുറച്ചാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എൻ്റേത്, അതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടത്തിൽ ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര, അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇച്ചിരിയും കൂടെ ഒരു വെള്ളം കൂടെ ഒഴിച്ച് തരിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇളവൻ തേങ്ങ എടുക്കുന്നതാണ് എപ്പോഴും കള്ളപ്പത്തിന് നല്ലത്. അപ്പം ഇത് നമുക്ക് പോയി അരച്ചുകൊണ്ട് വരാം കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വന്നിട്ട് അത് നമുക്കിപ്പോൾ അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് തിരിച്ചൊഴിക്കുക. ഒത്തിരി സ്മൂത്തായിട്ടൊന്നും അരയ്ക്കണ്ട, ഒരു കരിക്കരിക്ക് പാകത്തിന് ഒഴിച്ചാൽ മതി. അത് അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ലതായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, തരിപ്പായിട്ടാണ് അരച്ചത്. ഇതിൽ കൂടുതൽ അരയ്ക്കണ്ട, ഇത്രയുമാണ് പാകം എന്ന് പറയുന്നത്. ഇത് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിമാവിലോട്ട് ഇതിൻ്റെ ചേർത്തെടുത്ത് വയ്ക്കണം. ഇതിൻ്റെ എല്ലാം കൂടെ അരപ്പെടുത്ത് ചേർത്ത് നല്ലതായിട്ട് ഒരു സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. സ്പൂണും കൊണ്ട് നല്ലതായിട്ട് അരിമാവിൻ്റെ അകത്ത് നല്ലതായിട്ട് ചേർക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്യുന്ന മാതിരി ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു 12 മണിക്കൂറെങ്കിലും അത് നല്ലതായിട്ട് മാവ് പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് എടുത്ത് വെക്കണം. അപ്പം ഞാനിത് ഇവിടെ മാവ് പൊങ്ങി വരാൻ വേണ്ടി ഓവർനൈറ്റ് മൊത്തം കൊടുക്കുന്നുണ്ടായിരുന്നു. രാത്രി 6 മണി 7 മണി ആയപ്പോഴാണ് ഉണ്ടാക്കിയത്. ഓവർനൈറ്റിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മൂടി വെച്ച് ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കും. നമ്മുടെ മാവ് ഇവിടെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കള്ളപ്പത്തിൻ്റെ മാവ്. രാവിലെയായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നല്ല ഇത്രയും ഇതിലേ വയ്ക്കാവുള്ളൂ. അപ്പോൾ അതിലോട്ട് നമുക്ക് ദോശക്കല്ലാണ്, നമുക്ക് പാലപ്പമല്ല, നമുക്ക് ഇത് കള്ളപ്പമല്ല. അപ്പോൾ ദോശക്കല്ലിലോട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ദോശക്കല്ലിൽ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്പൂണ് മാവ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒത്തിരി കട്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് അത് അടച്ചു വയ്ക്കണം. നല്ല ഒരു മൂടിച്ചിട്ടുള്ള ഒരു പാത്രം കൊണ്ട് നല്ലതായിട്ട് അടച്ചു വയ്ക്കുക. അടച്ച് വെച്ച് 2 സൈഡും മറിച്ചിട്ട് നല്ലതായിട്ട് മുരിച്ച് വേവിച്ചെടുക്കണം. ഇപ്പുറത്തെ ഗ്രീൻ പീസും ആലുവും ക്യാരറ്റും കൂടെ ഉള്ള കറി വേവുന്നുണ്ട്, അപ്പത്തിൻ്റെ കറി. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല. നല്ല രസമില്ലയോ? ഞാനതൊരു ചെറിയ മപ്പാസ് മാതിരി ഉണ്ടാക്കി. എണ്ണയൊക്കെ തേങ്ങ ഞാൻ അതിൻ്റെ അകത്ത് ചേർത്ത് അരച്ച് വെച്ചേക്കുവാണ്. നല്ല കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇവിടെ നമ്മുടെ അപ്പം ശരിയാവുന്നുണ്ട്. നോക്കിക്കേ, മറിച്ചിടാറായിട്ടുണ്ട്. അപ്പം മറിച്ചിട്ടു. അപ്പം നല്ല സോഫ്റ്റ് അപ്പം. ഇവിടെ അപ്പവും നമ്മുടെ ക്യാരറ്റും
ഗ്രീൻ പീസും പൊട്ടറ്റോയും കൂടെയുള്ള കറി നല്ല ഇതായിട്ട് അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നമ്മുടെ ഗ്രീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പോൾ ശരി, വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഓക്കെ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ കാണുന്നവരൊക്കെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ശരി, ബൈ.